നമസ്കാരം, എല്ലാവർക്കും PSC സ്റ്റഡി നോട്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് PSC മുൻവർഷങ്ങൾ നടത്തിയ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടന സമത്വ അവകാശം ഉറപ്പുവരുത്തുന്നതിന് 18-ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയത് എന്ത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ബഹുമതികളാണ്. ഒന്നുകൂടെ നോക്കാം. ഇന്ത്യൻ ഭരണഘടന സമത്വ അവകാശം ഉറപ്പുവരുത്തുന്നതിന് 18-ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയത് എന്ത്? ഓപ്ഷൻ സി ആണ്, ബഹുമതികൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ജവഹർലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന വ്യവസ്ഥ ഏത് ഭരണഘടനയിൽ നിന്നാണ് കടം കൊണ്ടത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, US ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന വ്യവസ്ഥ കടം കൊണ്ടിരിക്കുന്നത് US ഭരണഘടനയിൽ നിന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പിലാണ് മൗലിക കടമകൾ എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പിലാണ് മൗലിക കടമകൾ എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 51A. 51Aയിലാണ് മൗലിക കടമകൾ എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അധികാര വിഭജനം നടത്തിയിട്ടുള്ള യൂണിയൻ, സംസ്ഥാന കൺകറന്റ് ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 7-ാം പട്ടിക. അധികാര വിഭജനം നടത്തിയിട്ടുള്ള യൂണിയൻ, സംസ്ഥാന കൺകറന്റ് ലിസ്റ്റുകൾ ഭരണഘടനയുടെ 7-ാം പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ ദിനം. ഇന്ത്യൻ ഭരണഘടനാ ദിനം നവംബർ 26 കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഇന്ത്യൻ ഭരണഘടനാ ദിനം നവംബർ 26 അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാര്യനിർവഹണ വിഭാഗത്തെ നിയമനിർമ്മാണ സഭ നിയന്ത്രിക്കുന്നു. രാഷ്ട്രത്തലവൻ്റെ അധികാരങ്ങൾ നാമമാത്രമായിരിക്കും. ഭരണത്തലവൻ പ്രധാനമന്ത്രിയായിരിക്കും. ഭരണത്തലവനും രാഷ്ട്രത്തലവനും രാഷ്ട്രപതിയായിരിക്കും. ഇവയിൽ പാർലമെൻ്ററി വ്യവസ്ഥയിൽ പെടാത്തത് ഏതാണ്? പെടാത്തത് ഓപ്ഷൻ 4 മാത്രമാണ്. അപ്പം കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഭരണത്തലവനും രാഷ്ട്രത്തലവനും രാഷ്ട്രപതിയായിരിക്കും. അത് തെറ്റാണ്. ഭരണത്തലവൻ പ്രധാനമന്ത്രിയും രാഷ്ട്രത്തലവൻ രാഷ്ട്രപതിയുമായിരിക്കും. അപ്പോൾ ബാക്കി 3 ശരിയാണ്. അപ്പം കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി, 4 മാത്രം എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏത് അനുച്ഛേദത്തിൽ ഉൾപ്പെടുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, അനുച്ഛേദം 25 to 28. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏത് അനുച്ഛേദത്തിൽ ഉൾപ്പെടുന്നു? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, അനുച്ഛേദം 25 മുതൽ 28 വരെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ഭാഗം ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. ഇതുപ്രകാരം 51A അനുച്ഛേദവുമായി എത്ര മൗലിക കർത്തവ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 11 മൗലിക കർത്തവ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഘടന. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഘടന. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് 2 കമ്മീഷണർമാരും അടങ്ങുന്നതാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് 2 കമ്മീഷണർമാരും അടങ്ങുന്നതാണ് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഘടന. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 42-ാം ഭേദഗതി 1976. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 42-ാം ഭേദഗതിയാണ് 1976.